നമ്മളെ വേണ്ടെന്ന് വെച്ച് പോകുന്നവർ ആ നിമിഷം മുതൽ നമ്മുടെ ആരുമല്ലാതാകണം. മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. എന്നെ വിട്ടുപോയവർ എന്റെ ആരുമല്ലാതായിരിക്കുന്നു എന്ന്. ഇന്നലെ വരെ അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നിരിക്കാം. അത് ഇന്നലെ വരെ മാത്രം, അല്ലെങ്കിൽ ഈ നിമിഷം വരെ മാത്രം. നമ്മളെ വിട്ടുപോയെങ്കിൽ നമ്മളും വിട്ടേക്കുക. അവർ നമ്മുടെ ആരുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുക. നമുക്കവർ എല്ലാം ആയിരിക്കാം. അവർക്ക് അവരുടെ മനസ്സിൽ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ലായിരുന്നു. തെറ്റുപറ്റാതിരിക്കാൻ നമ്മളാരും ദൈവപുത്രന്മാരല്ല, സാധാരണ മനുഷ്യരാണ്. വിട്ടുപോയവരും നമ്മളും അങ്ങനെ തന്നെ. തെറ്റുകൾ പറ്റിയെങ്കിൽ, തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ തിരുത്താൻ ഇടം നൽകാതെ വിട്ടുപോയെങ്കിൽ അവർക്ക് നമ്മൾ ഒരിക്കലും പ്രിയപ്പെട്ടവരായിരുന്നില്ല. നമുക്കവർ പ്രിയപ്പെട്ടതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പറയാതെ, യാത്ര പറയാതെ പെട്ടെന്നൊരു ദിനം വിട്ടുപോയെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ, നമ്മളെക്കാൾ പ്രിയപ്പെട്ട വേറൊരാളെ അവർ കണ്ടെത്തിയിരിക്കുന്നു. ആ ഒറ്റ കാരണത്താലാണ് നമ്മളെ ഉപേക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ അവരെ ഉപേക്ഷിക്കാൻ നമുക്കും ഒറ്റ കാരണം മതി. ഒരു കാരണവുമില്ലാതെ നമ്മളെ വിട്ടുപോയി എന്നത് മാത്രം. പെട്ടെന്നൊരു ദിവസം കൊണ്ട്, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഒരു ബന്ധവും അവസാനിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവർ അങ്ങനെയൊരു തീരുമാനമെടുത്തെങ്കിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അവരതിന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുമെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അന്ന് മുതൽ ഇന്ന് വരെ അവർ അഭിനയിക്കുകയായിരുന്നു. വിട്ടുപോകാനുള്ള കൃത്യമായ ഒരു നിമിഷം വന്നു ചേരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിലുള്ള വെറും അഭിനയം. അവിടെയും നമ്മൾ വഞ്ചിക്കപ്പെടുന്നു. നമുക്ക് ചുറ്റും നമ്മളെ കാത്തൊരുപാട് പേരുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളെ സ്നേഹിക്കുന്നവർ. സാഹചര്യം തരമാക്കി വിട്ടുപോകുന്നവരല്ല, സാഹചര്യം വരുമ്പോൾ ഒറ്റൊന്നവരുമല്ല, ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കാൻ മനസ്സുള്ളവർ. ഒരുപാട് പേരില്ലെങ്കിലും ഒരാളെങ്കിലും ഉറപ്പായും ഉണ്ടാവും. അവരെ കണ്ടെത്തുക, അവരോട് ചേർന്ന് നിൽക്കുക, അവരെ ചേർത്ത് നിർത്തുക. ആ കൈകളിലേക്ക് ധൈര്യമായി ചേർന്ന് നിൽക്കാം. കാരണം അവർക്ക് വേദനിച്ചാലും കൈകൾ കൊണ്ടവർ തള്ളി മാറ്റില്ല. തുടക്കത്തിൽ ചിരിക്കുന്ന ചിരിയൊക്കെയും ഒടുക്കം വരെയും ഒപ്പം ചിരിക്കാൻ അവരുണ്ടാകും. ഒന്നുകിൽ അവർക്ക് ആരുമില്ലാത്തത് കൊണ്ടാവാം നമ്മളെ തേടി വന്നത്, അല്ലെങ്കിൽ നമ്മളോളം വേറെ ആരെയും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട്. രണ്ടായാലും തിരക്കി വന്നതിന്റെ കാരണം നമ്മോടുള്ള വിശ്വാസവും സ്നേഹവുമാണ്. അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് ആ കാരണങ്ങൾ മതി. പോയവർ പോകട്ടെ, അവർക്ക് വേണ്ടി എത്ര ഇഷ്ടങ്ങളെയാണ് നമ്മൾ മാറ്റിവെച്ചത്. നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടാൻ, നമ്മുടെ ഇഷ്ടങ്ങൾ നഷ്ടമാകാതിരിക്കാൻ അവരുടെ പോക്ക് അനുഗ്രഹമായി എന്ന് കരുതിയേക്കുക. ചിലർ കടന്നു വരുന്നതും ചിലർ അകന്നു പോകുന്നതും അങ്ങനെ തന്നെയാണ്.